ഫാഷൻ വീക്ക് ഡിസൈൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആണ് ഇത് വന്നിരിക്കുന്നത്. വത്തിക്കാൻ ഫാബ്രിക് എന്നാണ് പറയുന്നത്. ഇപ്പം ചൂട് സമയമൊക്കെയാണ്ട് ഏറ്റവും ആൾക്കാർ കൂടുതലായിട്ടും ചോദിക്കുന്നത് കോട്ടൺ ആണ്. കോട്ടൺ ബേസ്ഡ്, ലിനൻ ബേസ്ഡ്, അങ്ങനെ നമുക്ക് സമ്മർ ബേസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്സ് ആണ്. PV സിൽക്ക് അങ്ങനെയുള്ളതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത്. അപ്പം വത്തിക്കാൻ ഫാബ്രിക്കും അതുപോലെയാണ്. വത്തിക്കാൻ എന്നുള്ള പേര് കേട്ടാലും പേടിക്കേണ്ട, നല്ല ഫാബ്രിക് ആണ് ഇത്. നല്ല തണുപ്പ് ഫീലിംഗ് ഉണ്ട്. ആൻഡ് ഇത് ലൈനിങ് ഒന്നും വെച്ച് തയ്ക്കേണ്ട പോലും ആവശ്യമില്ല. അതിന് അത്യാവശ്യം കട്ടിയുണ്ടെന്ന് പറഞ്ഞ അത്രയും സ്റ്റിഫ്നെസ് ഇല്ല, അത്രയും സ്റ്റിഫല്ല ഫാബ്രിക്. സോഫ്റ്റ് ആണ്, വളരെ കംഫർട്ടാണ്. അതിൽ വന്നിട്ട് ഞാൻ ഇട്ടേക്കുന്നത് തന്നെ പാറ്റേൺ ഓഫ് വർക്ക് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ബട്ട് ആ ഒരു എംബ്രോയിഡറി വർക്കിലെ വേരിയേഷൻ ഉണ്ട്. ഇതിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള റോസ് ഫ്ലവർ എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത്. ഡാർക്ക് ആയിട്ടുള്ള 4 കളർ ഷെയ്ഡ്സിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. നല്ല വത്തിക്കാൻ ഫാബ്രിക്കിനുണ്ട്. ഗ്രീൻ ഒക്കെ നോക്കി കുറച്ച് നോർമലി എപ്പോഴും കാണുന്ന പോലെയല്ല, കുറച്ച് വെറൈറ്റി ഉണ്ട് ആ ഒരു ഫാബ്രിക്കിൽ ഓരോ കളേഴ്സ് വരുമ്പോൾ. അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഇത് നല്ല ഒരു ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലാക്ക് ചെറി കളർ ഷെയ്ഡാണ്. ബ്ലാക്ക് ചെറി പർപ്പിൾ കളർ ഷെയ്ഡില് അതുണ്ടോ. സെൻട്രൽ ഒരു പാനൽ സ്റ്റൈലിലാണ് ആ വർക്ക് കൊടുത്തേക്കുന്നത്. 2 സൈഡ്സിലും പാരലായിട്ട് ലേസ് ബോർഡർ വിത്ത് സെൻട്രൽ പോർഷനിൽ നല്ലൊരു മൾട്ടി കളേർഡ് ഫ്ലവർ എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത്. അതിൽ യെല്ലോ ഉണ്ട്, പീച്ച് റെഡ്, ഗ്രീൻ്റെ തന്നെ 2 കോമ്പിനേഷൻ. അത്രയും കോമ്പോസിലുള്ളൊരു വർക്കാണ് ഇതുണ്ടല്ലേ. ഈ ഒരു വർക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക്. ഒരു കാഷ്വൽ വെയറിലോ പാറ്റേണിലോ ഓർ ഒരു സെമി ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫാബ്രിക് നോക്കിയാൽ നമ്മുടെ ആ ഒരു ലിനൻ, പ്യുവർ ലിനൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറാണ് ഈ ഫാബ്രിക്കിൽ. ഇങ്ങനെ ചെറിയൊരു ലൈൻസ് ഒക്കെ പോലെ നിൽക്കുന്നത്. ബട്ട് നല്ല ഫാബ്രിക്കാണ്. ഇങ്ങനെ വരും അതിൻ്റെ ടോപ്പ്. ഇത് ദുപ്പട്ടയിൽ വന്നിട്ട് ലൈറ്റ് വെയ്റ്റ് ചന്തേരിയാണ്. അതിൽ ബോർഡറിൽ ഇതുപോലെ വീവിങ് പാറ്റേൺ, പിന്നെ ഫ്ലോറൽ യൂസ് ചെയ്തിട്ടുണ്ട്. സാൻഡൂൺ ബോട്ടം. നല്ലൊരു റെഡ് കളർ ഷെയ്ഡ്, റെഡിഷ് മെറൂൺ ഷെയ്ഡിൽ. ഇനി പാറ്റേൺസ് സെയിം ആണ്. ദുപ്പട്ട ഈ ഒരു സെമി ചന്തേരി ഫാബ്രിക്കിൽ തന്നെ ആയതുകൊണ്ട് അതിലിങ്ങനെ ജക്വാർഡും ബോർഡറൊക്കെ കൊടുത്തതുകൊണ്ട് ചെറിയൊരു ഫങ്ഷൻ വെയർ ആയിട്ട് ലുക്കും നമുക്ക് കിട്ടും. ആൻഡ് ടോപ്പ് ഫുള്ളി എംബ്രോയിഡറി ആണ്. ഇത് നമുക്ക് എങ്ങനെ വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. വിത്ത് സാൻഡൂൺ ബോട്ടം ആൻഡ് കമ്പാരിറ്റീവ്ലി പ്രൈസും ലോ ആണ്. ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു സെയിം ഫാബ്രിക്, സെയിം കൈൻഡ് ഓഫ് ഡിസൈൻ ആണ്. അത് 1300 സംതിങ് ആയിരുന്നു. ഇത് വന്നിട്ട് വെറും 1080 ആണ്, 1080 ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നല്ലൊരു പ്യുവർ എന്താ പറയുക, ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. നമ്മൾ ജോർജറ്റിലും ഒക്കെ കാണും ഈ ബോട്ടിൽ ഗ്രീൻ കാണുമെങ്കിലും എല്ലാ ഫാബ്രിക്കിനും അതിൻ്റെതായ ഒരു വേരിയേഷൻ ഉണ്ട്. ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കണ്ടോ, കുറച്ചൊരു ഭയങ്കര തെളിച്ചുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഇത് വന്നേക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് വിത്ത് ഫുൾ സെൽഫ് കളർ വർക്ക്. സെൽഫ് ടോണിലാണ് വരുന്നത്, സെൽഫ് കളർ വർക്ക് അല്ല. ആൻഡ് മൾട്ടി കളേഴ്സിലാണ് വർക്ക് വന്നേക്കുന്നത്. ഇതാണ് ദുപ്പട്ട. അതിൽ ഫ്ലോറൽ പ്രിന്റ്, ഇടയ്ക്കൂടെ ഇതുപോലെ ഒരു ചക്വാർഡ് വീവിങ് വിത്ത് ബോർഡറും, ആ ഒരു വീവിങ് ബോർഡർ ഗോൾഡൻ സെറി ബോർഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് 2.6 ടോപ്പ് ലൈൻ, ദുപ്പട്ട 2.4, സാൻഡൂൺ ഫാബ്രിക്കൽ ബോട്ടം 1080 ആണ് പ്രൈസ്. ഉണ്ടോ, ഇതാണ് ലാസ്റ്റ് കളർ. നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ്. വളരെ അടിപൊളിയായിട്ട് നമുക്കൊരു ഇങ്ങനെ നെക്കൊക്കെ ആണെങ്കിലും ഒരു കോളർ സ്റ്റൈലിലൊക്കെ ചെയ്യാനാണെങ്കിലും പറ്റുന്ന ടൈപ്പ് ഒരു ഡിസൈനാണ്. ഇതേപോലെ നിൽക്കും. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സേ വരുന്നുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.